ചെറിയൊരു കനപ്പേ ഉള്ളു ഏട്ടാ, പുറത്തൊന്നും അറിയാൻ പോണില്ല. സാരി പിടിച്ചങ്ങിട്ടാ മതി. ഓ, എല്ലാവർക്കും അറിയാവുന്നുള്ള തന്നെയല്ലേ. ഒന്നോർത്ത അമ്മണി അണ്ണ എന്ന് കണ്ടോണ്ട് കൊച്ചിൻ്റെ തന്തര കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം വരില്ല. നിനക്കൊരു കുലുക്കമില്ലല്ലോടി. പക്ഷെ നിങ്ങളൊന്നും കുലുങ്ങിട്ടുണ്ട്. എനിക്കോ യോഗമില്ലാതെ പോയി. നിനക്കുണ്ടായപ്പോ ഇങ്ങനെ. പെണ്ണെ, നിന്റെ മനസ്സിലൊരിളക്കം തട്ടിയാൽ അത് കൊച്ചിനാണ് കേട്. അതാണ് എൻ്റെ ഒരു വേവലാതി. ഇനി അങ്ങനെ തന്നെ കെട്ടില്ലെങ്കിലും എൻ്റെ വയറ്റിൽ കൊടുത്തതിനൊരു കേട് വരാനും ഞാൻ സമ്മതിക്കില്ല. അത് ചേച്ചി പേടിക്കണ്ട. അതങ്ങനെ അല്ലടി. സംബന്ധം മുടങ്ങി അത് ശരിയാവത്തില്ല. അതുമല്ല, ഒടുക്കം പഴി മൊത്തം അണ്ണന് വരും. ഇപ്പൊ ചുമന്ന് നടക്കുന്നവനൊക്കെ തിരിഞ്ഞു നിൽക്കും. കല്യാണം മുടങ്ങല്. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. സാരി വെച്ചേരെ. ചേച്ചിയുടെ പെട്ടി വെച്ച നല്ല കൈതപ്പൂവിൻ്റെ മണം വരും. ചിലപ്പോൾ അണ്ണന് നിർബന്ധമാ കൈതപ്പൂവിൻ്റെ മണം വേണമെന്ന്. ഇതെടുത്താ പൊടിയനോ അത് ശീലമാവേ. ഒന്ന് പോ പെണ്ണുമ്പുള്ളേ. ഡീ, നീ അവനെ കണ്ടായിരുന്നോ? എവിടാന്ന് പറഞ്ഞാണ്? നീയൊന്ന് നോക്ക്. നിന്റെ വയറ് കാണുമ്പോ അവന്റെ മനസ്സൊന്ന് മാറിയാലാ. നിന്റെ അപ്പോഴത്തെ പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്നായിരുന്നു. അതിന് എന്നോടേ പോയത്. അപ്പോൾ ആ ഗോപിയാണ് പറഞ്ഞത് നാട്ടുകാരനല്ലേ നാളെയും കാണേണ്ടതല്ലേ എന്ന്. പിന്നെ അവൻ പറഞ്ഞാൽ എനിക്ക് ധിക്കരിക്കാൻ പറ്റുമല്ലോ. നന്നായി. അയ്യോ അയ്യോ. ഡേയ്, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് മലബന്ധം വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. നിനക്കാ? പക്ഷേ എനിക്ക് വന്നു. 3-4 ദിവസത്തെ ഒരു പെടാപ്പാടിന് ശേഷം അവസാനം ഒരു പോക്കുണ്ട്. സ്വർഗം കിട്ടിയ പോലെയാണ്. അമ്മിണിയണ്ണൻ്റെ അടി കൊണ്ടതിന് ശേഷം ആ ഒരു സുഖം വരുന്നു. എത്ര പേരുണ്ടായിരുന്നു? ഒരു 10-25 പേര് കാണും. കാലത്തെ അല്ലേ, നേരത്തെ അല്ലേ? അതൊക്കെ പക്കിക്ക് കൊണ്ടപ്പെടായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 4 പേര്. അയ്യോ അയ്യോ. എന്ത് വില കൊടുത്താലും ശരി, കോടിയണ്ണൻ്റെ കല്യാണം നമ്മൾ മുമ്പ് നടത്തി കൊടുക്കണം തന്നെ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും സമ്മതത്തിന് മുമ്പ് അവന് നമുക്ക് അടി മേടിച്ചു കൊടുക്കണം. എന്തെങ്കിലും പറയണം? കോട്. ആ, ഞാൻ റെഡി. കൊറ. പേടിച്ച നീ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നത്? വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ കൂടെ ആര് പറഞ്ഞു? മണത്ത് വന്ന്. ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ അങ്ങേരക്ക് ഞൊട്ടാൻ പോയത് എന്തിന്? പേടി നമ്മുടെ ആർക്കും. വാ, അങ്ങനെയാണെങ്കിൽ വന്ന് അടിച്ചു തീർക്ക്. നിങ്ങൾ കല്യാണത്തിന് വരുവോ ഇല്ല? അങ്ങയുടെ അടി കൊണ്ടിട്ട് നിങ്ങൾ കെട്ടത്തുമില്ല. നിങ്ങളെ അടിക്കാതെ അയാൾ കല്യാണത്തിന് സമ്മതിക്കത്തുമില്ല. ഇപ്പൊ ഞാൻ എന്തിനു വേണം? നിങ്ങൾ കെട്ടില്ലെങ്കിൽ ഞാൻ പെറും. കൊച്ചിനെ ഞാൻ വളർത്തും. എന്തിനടി വയറ്റിലുണ്ടാക്കിയിട്ട് കടന്നു കളയാൻ പൊടിയുമ്പോൾ വരപ്പാളിയാണെന്ന് വിചാരിച്ച? അങ്ങനെ നീ ഒറ്റയ്ക്ക് കൊണ്ട് ഉണ്ടാക്കണ്ട. ഈ ചോണ അങ്ങേരെ അടുത്ത് നിന്ന് കാണിക്കാത്ത? കാണിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നും അല്ല. വേണേ അങ്ങനെ അന്ന് രാത്രി അവിടെ ഇട്ട് തീർക്കായിരുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അല്ലേ തന്നെ ഞാൻ എന്തിനു ചെയ്തിട്ടാണ്? ഞാൻ എന്നെ കാണാൻ വന്നതിന് അങ്ങേർക്ക് എന്തിനാണ്? മൊത്തം തുടങ്ങി വെച്ച അങ്ങേരാണ്. എന്നിട്ടിപ്പോ നാട്ടുകാർക്കൊക്കെ അങ്ങേര് പറയണതാണ് ബല.
അടിക്കൂന്നൊരുത്തൻ അടി കൊള്ളത്തില്ലെന്ന് മറ്റോൻ പെണ്ണാണെ വയറ്റെണ്ണി ഇതിപ്പോ എവിടെ ചെന്ന് തീരുവോ എന്തോ. അമ്മനെയാണ് ഈ സമയത്ത് നയണമെന്ന എന്റെ ഒരു പക്ഷം. ആദ്യം സംബന്ധം നടക്കട്ടെ, അടിക്കാനും ഇടിക്കാനും ഒക്കെ ഇനി സമയമുണ്ടല്ലോ. മനുഷ്യനിവിടെ കളക്കി അങ്ങനെയാണെങ്കിൽ നല്ല സാമ്പാർ കൂട്ടും. സാമ്പാർ വയ്ക്കാൻ പൊന്തമ്പിള്ള കഴിഞ്ഞുള്ളൂ. കല്യാണത്തിന് ഗംഭീരമായി. നീ സാമ്പാർ കുറെ കൂട്ടും, അതിന് നമ്മളിപ്പോൾ സമ്മതിച്ചാലല്ലേ പറ്റൂ. നീ തരാതരം കൂറുമാറുന്നവന്മാരോടെ കിടക്കണോണ്ട് തോന്നണത്. എടി തല്ലുകൊള്ളാൻ വൈകിയൊന്നും കെട്ടണ്ടടി. അല്ലെ തന്നെ അമ്മണിയണ്ണം അല്ലെങ്കിൽ ഇത്രയൊക്കെ ആയിട്ട് വെളി വരൂലേ? നാണം കേട്ടോ. അല്ല, അമ്മണിക്ക് ഇനി അവനെ അടിക്കണമെന്നൊന്നും ഇല്ലെന്നാണ് എന്റെ സംശയം. അടിച്ചില്ലെങ്കിൽ കല്യാണം മുടങ്ങും. പെണ്ണവിടെ നിൽക്കും. പെണ്ണിന്റെ വയറ് നാളേക്കാളി വീർത്ത് വീർത്ത് വരെയാണ്. അവനൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോ ആലോചിക്കണമായിരുന്നു. അല്ലടി, എന്റെ ഒരു സംശയമാണ്. അമ്മണീര് അവിടെ കയറി ഇറങ്ങി നടന്ന പെണ്ണല്ലേ? അപ്പൊ അവനൊരു കൊതി തോന്നിയാ കുറ്റം പറയാൻ പറ്റുമോ? കൊച്ചവന്റെ തന്നെ എന്തൊരു ഉറപ്പ് ചേച്ചി. ആ സംശയം ഇനി പൊടിയനുണ്ടെങ്കിലാ, അല്ലെങ്കിൽ പിന്നെ അവൻ ഇത്ര വൈരാഗ്യം തരുന്ന അമ്മണീരുടെ അടുത്ത്. അതൊക്കെ തന്നെ ഈ പ്രശ്നത്തിന് എത്രയും കാരണം. താൻ എന്തിനാണ് പറയണത്? ആ കാര്യത്തിൽ അമ്മയുടെ ഡീസന്റാ. അമ്മണിയുടെ പഴയ സ്വഭാവമായിരുന്നെങ്കിലേ കല്യാണ അടിയൊക്കെ പണ്ടേ നടന്ന കാര്യം അറിയാല്ല. അവള് പെരയില്ലടാ, അവള് മച്ചിയാ. ഒരു കൊച്ചിനെ വേണമെന്ന് അമ്മണിക്ക് കാണൂലേ? അവളെന്തോ ആയിക്കോട്ടെ, അങ്ങനെ അമ്മണിക്കുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനോ അവനറിയാം. അവളൊന്ന് പറട്ടെ, കൊച്ചിന്റെ മോന്റെ ആണ് പറയാം. പണ്ടാരണ്ട് കൊടിയോ പറഞ്ഞില്ലെങ്കിൽ കല്യാണം മുടക്കം. പിന്നെ പെണ്ണ് പറഞ്ഞ അപ്പോഴത്തെ എന്തിരിപ്പോ പ്രശ്നം? അവള് വല്ലതും പറഞ്ഞോ? കല്യാണം നടക്കുവോ കൊച്ചെ? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. കല്യാണം നടക്കൂല എന്നാരാ പറഞ്ഞ? ആ നടന്നോളും. നടക്കണം. നടന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കാൻ ഞാൻ കാണൂല. ഡി വസന്തിയുടെ അതുണ്ട്. എന്തൊരു ചേച്ചി? നിനക്ക് ഈ ലോപ്പസിനെ അറിയാമോ? പനിപ്പിള്ളച്ചന്റെ മോയ്. അറിയാം. എന്തിരി? അവനെയും കൂട്ടുകാരെ എനിക്കൊന്ന് കാണണം. എന്തിനാണ് കാണുന്നത്? അതറിഞ്ഞാലേ നീ പറയുള്ളോ? മുഴുവൻ നാറ്റ പൂച്ചടിയും ചൊറിയണം തന്നെ ഇവിടെ. ഇതാരെ പേരോടെ? നിലവിൽപ്പുള്ളവൻ്റെ കുടുംബ വീട്. ഓ, ഇതാണ് അവൻ പറഞ്ഞ കേസിൽ കിടക്കുന്ന സ്ഥലം. ഓ, എന്തോന്ന് കേസ്? ഇതൊക്കെ അവസാനം പൊടിയാണെന്ന് കിട്ടാൻ എൻ്റെ മുതൽ തന്നെ. കല്ലുണ്ട് കല്ലുണ്ട്. ആരേടാ? ഇത് നമ്മളാണ്. നീ ഒന്ന് അടങ്ങ്. തെറിവിളിക്കലാ. നിന്റെ കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ? പൊടിയണ അണ്ണ വിചാരിക്കുമ്പോൾ നല്ല കാര്യങ്ങള് നേരത്തെ പ്രളയപ്പെട്ടാല് നേരിട്ട് വരുന്നുണ്ട്. ഒറ്റയ്ക്കാണ്, പേടിക്കണ്ട. ഒന്നും എനിക്ക് പ്രശ്നമല്ല. കൂട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ തല്ലും വാശിയും ഒന്നും. എനിക്ക് വലുത് അവളുടെ ജീവിതമാണ്, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാ. കല്യാണം നാളെ നടക്കണം പറഞ്ഞ സമയത്ത്. അണ്ണനെ നിന്നെ കിട്ടൂല, അതെന്റെ ഉറപ്പ്. അത് ഞാൻ എങ്ങനെ ഉറപ്പിക്കും?
കല്യാണം കഴിഞ്ഞ അവളെയും കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോണം. നാളെയെല്ലാം കൂടെ തിരക്കായിരിക്കും. നീ കൊണ്ടുവയ്ക്കോ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോണ്? പറയച്ചി. നാളെ കല്യാണം നടക്കണം, അത്രയേ ഉള്ളു. നീ പൊയ്ക്കോ. നിങ്ങൾ എന്നോട് പറയത്തില്ലല്ലേ? പോയി നേരത്തെ കിടക്കാൻ നോക്ക്. രാവിലെ എഴുന്നേക്കാനുള്ളതാ. ഇതിൽ നിങ്ങൾ മണം ചേച്ചി. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, അണ്ണന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലല്ലോ? 10-20 തുന്നിക്കെട്ടിന്റെ കേസാ. പോരാത്തിന് അത് കഴിഞ്ഞ് അവൻ കാണിച്ച തന്തയില്ലാത്തരം വേറെ. നിനക്കെന്ത് വയ്യാത്ത പോലെ? ഒന്നുമില്ല, നിങ്ങൾ പോയി. നീ വെറുതെ ആദ്യേറ്റണ്ട. അവൻ വരും, കല്യാണം നടക്കും. എൻ്റെ അടിയും കൊണ്ടിട്ട്.